ഹലോ മക്കളെ, ശ്രുതി ടീച്ചറാണ്. അപ്പോൾ മക്കളെല്ലാവരും സ്കൂളിലൊക്കെ പോയിട്ട് അടിച്ചു പൊളിക്കുകയായിരിക്കും അല്ലേ? ഒരുപാട് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടാവും. ദാ ഇപ്പോൾ വായനാ വാരം അല്ലെങ്കിൽ വായനാ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വായനാ ദിനം ജൂൺ 19 ആയിരുന്നു. എന്നാൽ ഈ ആഴ്ച മുഴുവൻ പിന്നെ ഗവൺമെൻറ് പറയുകയാണ് ഈ മാസം മുഴുവൻ വായനാ മാസമായിട്ട് നമ്മൾ ആചരിക്കണമെന്ന്. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ടാവും അല്ലേ? എനിക്കിന്ന് പറയാനുള്ളത് നമ്മുടെ പാഠപുസ്തകത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ഒരുപാട് പക്ഷികളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ചുറ്റുപാടിനെക്കുറിച്ച് പ്രകൃതിയെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരു പാഠഭാഗമാണ്, യൂണിറ്റാണ് നമ്മൾ ആദ്യം തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. നിങ്ങൾ ഈ ഒരു കവിത കേട്ടിട്ടുണ്ടോ? കാക്ക പാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, കുട്ടികളുടെ സ്വന്തം കുട്ടേട്ടൻ എന്നൊക്കെ വിളിക്കുന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ മനോഹരമായൊരു 4 വരി കവിതയാണ് അല്ലേ? അപ്പോൾ ഇത് കാക്കയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ അതിലപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളും ഈ കവിതയിൽ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എത്ര പക്ഷികളുടെ പേരറിയാം? പ്രകൃതിയിലേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്ത് നമ്മൾ കാണൂല്ലേ, കാക്ക കരയുന്നുണ്ട്, മൈനയുണ്ട്, ചവേലക്കിളിയുണ്ട്, അതുപോലെ പൊന്മാനുണ്ട്, പരുന്തുണ്ട്, പറവയുണ്ട്, പിന്നെ എന്താണ്, പ്രാവുണ്ട്, കുഞ്ഞു കുഞ്ഞു കുരുവികളുണ്ട്, തുക്കണാങ്കുരുവിയെ നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെയൊക്കെ പേരുകൾ ഒരു പക്ഷിയെ കാണുമ്പോൾ ആ പക്ഷിയുടെ പേര് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഒരു പ്രകൃതിയിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൈയൊക്കെ പിടിച്ച്, ചേട്ടൻ്റെ ചേച്ചിയുടെ കൈയൊക്കെ പിടിച്ചിട്ട് നമ്മൾ അങ്ങ് ഇറങ്ങാം. ഒരു മഴയൊക്കെ തോർന്ന സമയത്ത് മുറ്റത്തേക്കും തൊടിയിലേക്കൊക്കെ ഇറങ്ങിയിട്ട് പലതരത്തിലുള്ള പക്ഷികളുടെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയാമോ എന്ന് വെറുതെ ഒന്ന് എഴുതി നോക്കാം. കാക്കയെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ? മൈനയെയും കണ്ടിട്ടുണ്ടാവും, ചവേലക്കിളിയെയും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കുയിലിനെ കണ്ടിട്ടുണ്ടോ? കാക്കത്തമ്പുരാട്ടിയെ കണ്ടിട്ടുണ്ടോ? നീലപ്പൊന്മാനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ അനവധി നിരവധി പക്ഷികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ മക്കൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടീച്ചർ പറയുന്നത്. ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് നമുക്ക് ചുറ്റും കാണുന്ന, നിങ്ങളുടെ തൊടിയിൽ, നിങ്ങളുടെ പറമ്പിൽ കാണുന്ന പക്ഷികളുടെ പേരുകൾ ഓരോന്നായിട്ട് എഴുതി വെക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ആ പേരുകൾ അറിയുന്നുണ്ടോ എന്ന് നോക്കാം. ഇല്ല എങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി മുതൽ ഇടയ്ക്ക് കുറച്ച് സമയം, 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മുടെ പ്രകൃതിയിലേക്ക് ഇറങ്ങുക. എന്നിട്ട് ചുറ്റുമുള്ള പക്ഷികളെ അറിയുക, അതുപോലെ പൂക്കളുടെ പേരുകൾ, മരത്തിൻ്റെ പേരുകൾ, ഇതൊക്കെ നമ്മൾ അറിയുക, ഓരോന്നും എഴുതി നോക്കുക. അപ്പം നമുക്ക് പ്രകൃതിയിൽ, നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയിൽ ഇത്തരത്തിലുള്ള പക്ഷികളുണ്ട്, അതുപോലെ മരങ്ങളുണ്ട്, പൂക്കളുണ്ട്, അതിൻ്റെയൊക്കെ മണം അറിയുക, അതിൻ്റെയൊക്കെ പഴങ്ങളുടെ രുചി അറിയുക. മക്കളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. പാഠപുസ്തകങ്ങളിലേക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ വെച്ച് പഠിക്കുമ്പോൾ മാത്രം ചെയ്താൽ പോരാ. വീട്ടിലെത്തിയിട്ട് ആ പാഠപുസ്തകത്തിനപ്പുറത്തേക്കുള്ള ഇത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എഴുതി നോക്കണം കേട്ടോ. ഇന്നെന്താണ് ടീച്ചർ തന്ന ടാസ്ക്? നമുക്ക് ചുറ്റുമുള്ള പക്ഷികളുടെ പേരെഴുതുക. അപ്പോൾ മറക്കാതെ പേരെഴുതി വെക്കണേ.